പ്രിയപ്പെട്ട കലാകാരനെ ഒരിക്കൽ കൂടി ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ജാനുവടുത്തിയാണ് കേട്ടോ. ഇതാണ് ഒറിജിനൽ രൂപം. എന്നാലും വളരെയധികം സന്തോഷം. ചിറ്റാരിപ്പറമ്പിൻ്റെ സ്നേഹം ഞങ്ങൾ നേരിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് തന്നെ ഇത്രയും എന്താ പറയുക പ്രൗഢഗംഭീരമായ ഒരു വേദിയിൽ ജാനുവടുത്തിക്ക് നിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷം തന്നെയാണ്. സർഗം സാംസ്കാരിക സമിതി ചിറ്റാരിപ്പറമ്പ് ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ഹൃദയത്തോട് ചേർന്നുള്ള നന്ദി ആയി തന്നെ അറിയിക്കട്ടെ. അധികമൊന്നും പറയുന്നില്ല, കേളപ്പാട്ടിനെ കൂടി വിളിക്കാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഡാൻസും അതുപോലെ തന്നെ കരോക്കെ ഗാനമേളയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് എല്ലാവരും പോവാവും. പിന്നെന്താ, വളരെയധികം സന്തോഷം ഈ ഒരു വേദിയിൽ വരാൻ സാധിച്ചത്. പിന്നെന്താ, ചിറ്റാരിപ്പറമ്പിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും കാണണം എന്നാഗ്രഹിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ സുരേഷ് ഏട്ടൻ, VK സുരേഷ് ഏട്ടൻ, പ്രാസംഗികൻ. ഞാൻ ജാനുത്തമാശ തുടങ്ങി അന്ന് തൊട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ഇവിടെ ഈ സംഘാടക സമിതിയിലുള്ളതെന്ന് പറഞ്ഞു. ഇന്നിവിടെ ഇല്ല, വേറൊരു പ്രോഗ്രാമിലാണെന്ന് പറഞ്ഞു. സുരേഷ് ഏട്ടനും ഞാനും പിന്നെ എന്താ പറയുക, എൻ്റെ വീട്ടിൽ കൂടുതലൊക്കെ വന്നിട്ടുണ്ട്. ഞാനൊക്കെ ഏറെ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ് സുരേഷ് ഏട്ടൻ. സുരേഷ് ഏട്ടൻ്റെ നാടാണെന്ന് അറിഞ്ഞു, വളരെ സന്തോഷം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഈ ഒരു വേദിയിൽ ഇവിടത്തേക്ക് ആദ്യമായി ക്ഷണിച്ച നമ്മുടെ ജ്യോതിയേട്ടനും ഹൃദയത്തോട് ചേർന്നുള്ള നന്ദി. ജ്യോതിയേട്ടനാണ് ഇത് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, നാട്ടിൽ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ജ്യോതിയേട്ടനും ഹൃദയത്തോട് ചേർന്നുള്ള നന്ദി. പിന്നെ എന്തായാലും ഇവിടെയുള്ള എല്ലാ സംഘാടകർക്കും ഹൃദയത്തോട് ചേർന്നുള്ള നന്ദി അറിയിക്കാണ്. പ്രത്യേകിച്ചിട്ട് നന്ദി പറയേണ്ടത് ഞങ്ങളെ പ്രോത്സാഹിച്ചു കൊണ്ടിരിക്കുന്ന ചിറ്റാരിപ്പറമ്പിലെ നല്ലവരായ നാട്ടുകാരും. കാരണം കലാകാരന്മാരെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളാണെന്നറിയാം. നിങ്ങൾ തരുന്ന പ്രോത്സാഹനമാണ് ഞങ്ങൾക്ക് ഇവിടെ ഊർജ്ജത്തോടു കൂടി പ്രോഗ്രാം അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നാട്ടുകാർക്കും ഹൃദയത്തോട് ചേർന്നുള്ള നന്ദി അറിയിക്കുകയാണ്. പിന്നെ സുധേട്ടൻ, നമ്മുടെ കേളപ്പാട്ടിനെയും കൂടി വേദിയിലേക്ക് ക്ഷണിക്കാം. സുധൻ തത്വത്ത് വില്യാപ്പള്ളി മയ്യന്നൂർ സ്വദേശിയാണ്. ചിത്രകല അധ്യാപകനാണ് മടപ്പള്ളി ബോയ്സ് സ്കൂളിൽ. സുധേട്ട, 2 വാക്ക്. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ് ഞങ്ങളുടെ ടീം. കാരണം എന്താ പറയുക, ഇത്രയും ഊർജ്ജത്തോടു കൂടി എനർജിയുള്ള ഒരു ഓഡിയൻസിനെ അടുത്ത കാലത്തൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. നല്ല ഒരു അനുഭവമായിരുന്നു. ഏതായാലും ഈ വേദിയിൽ ഇങ്ങനെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ പുതുവത്സരാശംസകൾ, ഇഷ്ടം, സ്നേഹം. പിന്നെ പ്രത്യേകിച്ചിട്ട് നന്ദി പറയേണ്ടത് ഇവിടെ നല്ലൊരു ലൈറ്റ് ആൻഡ് സൗണ്ടാണ്. നമ്മുടെ പിന്നെ VP ലൈറ്റ് ആൻഡ് സൗണ്ട് നമ്മളെ വിനോദേട്ടൻ്റെ ആണ്. വിനോദേട്ടനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിനോദേട്ടനും അതുപോലെ തന്നെ സൗണ്ട് എഞ്ചിനീയർ അഫ്സലിനൊക്കെ ഒരു നല്ലൊരു കൈഡ് കൊടുക്കണം. കാരണം എന്താണെന്നറിയോ, ഈ കുടുങ്ങിയ ഹാളിൽ നമ്മൾ ഡിലേ അങ്ങനെ ഇങ്ങോട്ട് ഡിലേ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പറയുന്നത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അഫ്സലിനെ പോലെയുള്ള നല്ല ഒരു എന്താ പറയുക കറകളഞ്ഞ ഒരു സൗണ്ട് എഞ്ചിനീയറുടെ കഴിവാണ്. അഫ്സലിക്കൊക്കെ ഒരു നല്ലൊരു കൈയ്യടി കൊടുക്കും. കാരണം നമുക്ക് ഇവിടുന്ന് പാടുമ്പോൾ സ്ട്രെയിനില്ലാതെ പാടാൻ കഴിയുന്നുണ്ടെങ്കിൽ നല്ലൊരു സൗണ്ട് എഞ്ചിനീയറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എന്തായാലും പിന്നെ ഒരു സമ്മാനം കൂടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനോടത്തേക്ക് കൈക്കൊരു ഉമ്മ തന്ന് ഒരു സമ്മാനം കൊടുത്തിട്ട് വാ. ആദ്യമായിട്ട് ഓനൊരു സമ്മാനം. ഇതെല്ലാം ഒരു തമാശയാണ് കേട്ടോ, വെറുതെ വാ ഇങ്ങോട്ട് വാ. പണ്ട് പാടുന്നൊരു പാട്ടുണ്ടെന്ന് ഡിലേ ഒരു പാട്ടും കൂടി എനിക്ക് വേണ്ടിയിട്ട് വാ സ്റ്റേജ് മേൽ വാ. ഓനത് തോന്നിയല്ല കൈക്കൊരു ഉമ്മ തരുവേ. പണ്ടുള്ള കാലം തൊട്ടേ നമ്മളെ വലിയ പണിക്കാരല്ലേ, പൊന്നും മുതലല്ലാട്ടോ കുഞ്ഞാഞ്ഞ ബന്ധം വലുതാണെന്നും. പണ്ടൊക്കെ മിറ്റത്തോടെ നമ്മള് ഓടി കളിച്ചിട്ടില്ലേ, നാളെ വന്നിട്ട് നേരച്ച തിരിഞ്ഞപ്പോ ഞാനും കരുതിന്ന് പോലാന്ന്. അന്നത്തോരന്തി മയങ്ങിയ നേരത്ത് ഒന്നും പറയാതെ പോയതെന്തേ, എന്നോടെന്തെങ്കിലും തോന്നിട്ടാവോ, എന്താണെങ്കിലും പറഞ്ഞുകൂടെ. ഓക്കെ, സന്തോഷം. ഇതൊക്കെ ഒരു രസമാണ് കേട്ടോ. എന്തായാലും വളരെ സന്തോഷം, സ്നേഹം. ഒരു സമ്മാനം ജാനുവടുത്തിൻ്റെ വക. ഡാൻസ് കളിക്കിരിക്കില്ല സമ്മാനം. ഓക്കെ, എന്തായാലും സന്തോഷം, സ്നേഹം. ഓക്കെ.
ഓക്കെ ഓക്കെ. പിന്നെ ഒന്ന് രണ്ട് തമാശകൾ പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്താം. നാട്ടുകാരുടെ ഒരുപാട് നല്ല കുട്ടികളുടെയൊക്കെ ചെറിയ ഡാൻസും അടിപൊളി ഡാൻസൊക്കെ ഉണ്ട്. ഇല്ല ജാനുവരത്തിൻ്റെ തമാശ പറഞ്ഞാൽ തീരുമല്ലോ കേട്ടോ. ഇന്ന് 3 മണി വരെ പറഞ്ഞാലും തീരാത്ത തമാശ ഒന്ന് രണ്ട് അല്ലേ? അത് ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കാനുള്ളത്, ജാനു തമാശകൾ എന്ന കാർട്ടൂൺ പരമ്പരയിലുള്ള മുഴുവൻ കഥാപാത്രങ്ങൾക്കും ശബ്ദം നൽകിയിരിക്കുന്നത് ഒരൊറ്റ വ്യക്തിയാണ്. അത് വേറെ ആരുമല്ല, ജാനുവടുത്തിയായി നമ്മുടെ മുമ്പിലെത്തുന്ന ലിഥിലാൽ തന്നെയാണ്. തീർച്ചയായിട്ടും ജാനു തമാശ കാർട്ടൂൺ പരമ്പര, അതിൽ ജാനുവടുത്തി, കേളപ്പട്ടൻ, ബിന്ദു, പവി, മൂസക്ക ഇവരുടെയൊക്കെ ശബ്ദം ഞാൻ തന്നെയാണ് കേട്ടോ. മൂസക്കൻ്റെ ഒക്കെ ശബ്ദം കേട്ടിട്ടില്ലേ? പഠിച്ച് തമ്പുരാനെ എന്ത് വർത്താനാണ് ജാനു വെച്ച് പറയുന്നത്. അതുപോലെ തന്നെ കേളപ്പാട്ടനും ജാനുവടുത്തി നടന്നു പോകുമ്പോൾ കേളപ്പാട്ടൻ ചോദിക്കുന്നുണ്ട്, അല്ല ജാനു ബിന്ദു അപ്പോൾ ഒന്ന് എൻ്റെ അമ്മ ഞാനറിയല്ലേ. എന്നാ ബിന്ദു എന്നെ ജാനു ഓക്കണ്ട ജാനു പൊടിമീശ ഈ കളപ്പാട്ട മെല്ലണ പറവളാറ്റം കേട്ടിട്ടുണ്ട്. ഉണ്ട് ജാനു, ചില പെൺകുട്ടിയൊക്കെ പൊടിമീശ വന്നാൽ നല്ല രസം കാണുവേ. ഉയ്യണ്ടേ ജാനു ഞാൻ വീണ്. എല്ലാ ജാനു നടക്കുമ്പോൾ മുമ്പിൽ വലിയ കല്ലുണ്ടെങ്കിൽ പറയണ്ടേ ഞാൻ വീണില്ലേ. ബിന്ദുവിൻ്റെ പൊടിമീശങ്ങൾ കണ്ടിന് ഇത്രയും വലിയ കല്ല് കണ്ടിക്കില്ല എന്നെ കൊണ്ട് പറയാനാ പറഞ്ഞ്. ഇങ്ങനെയുള്ള നിഷ്കളങ്കമായിട്ടുള്ള ഒരുപാട് തമാശകൾ ഞങ്ങൾ ആദ്യമായിട്ട് കാർട്ടൂണിൽ ഒരു എപ്പിസോഡ് ചെയ്തത് അക്ഷരവിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ജാനുവടത്തിൻ്റെ വീട്ടിൽ പഞ്ചായത്തിൽ നിന്ന് സെൻസസ് എടുക്കാൻ വേണ്ടി ഒരു കണക്കെടുക്കാൻ വേണ്ടി 2 പേര് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഒന്തമ്മൽ ജാനുവിൻ്റെ വീട്ടിലേത്? ആ മക്കളെ നിങ്ങൾ തരുന്ന പേരുന്ന് ഞങ്ങൾ സെൻസസ് എടുക്കാൻ വേണ്ടി വന്നാണ്. ഉയ്യ എൻ്റെ അമ്മ എൻ്റെ ഊരൊക്കെ സുഖമില്ലേ. നിങ്ങൾ ആ സാധനം ഏടിയാളെ നോക്കിയിട്ട് എടുത്ത് കൊണ്ടുവിട്ട് എന്നോട് അതല്ല ഞങ്ങൾ പഞ്ചായത്തിൽ നിന്ന് കണക്കെടുക്കും വന്നാ. ഇവിടെ കക്കൂസ് ഉണ്ടേനാ? ഞാൻ കണ്ടേരേ തോന്നിക്ക് ഒരു പന്തി എടുക്കും പോകുമ്പം വെള്ളം എടുക്കണേ അവൻ അതിൽ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ഇനി പൈനുള്ളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ചെനക്കൊണ്ട് തരും. ഞാനിവിടുത്തെ ഇയാൾ കണക്കിൻ ഇവിടെ ഗ്യാസ് ഉണ്ടേനോ? എനക്കില്ലേ മനെ കേളപ്പാട്ടിനുണ്ട് വൈകുന്നേരം ഇരുത്തിയുമിലിരുന്ന് പൊട്ടിക്കുന്ന കേട്ടേ. എന്തെന്നാ ഞാനിവിടുത്തി നിങ്ങൾക്ക് പുകയില്ലാത്ത അടുപ്പും കക്കൂസും പാസ്സായിട്ടുണ്ട് പഞ്ചായത്തിൽ നിന്ന്, അത് പറയാൻ വേണ്ടിയിട്ട് വന്നല്ലേ? അല്ല മനെ അടുപ്പ് പുകയില്ലേ പിന്നെ എന്തിനാ കക്കൂസ്? ഇങ്ങനെയുള്ള ഒരുപാട് നിഷ്കളങ്കമായ തമാശ ജാനുവടുത്തി പുല്ല് പറിക്കുമ്പോൾ 4 ബോംബ് സഞ്ചിയിൽ കിട്ടി. ആരോടും പറയാണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്തേ പവി ചോദിക്കുന്നുണ്ട്, എല്ലാ ജാനുവടുത്തി എന്ത് വിട്ടിത്താങ്ങൾ ചെയ്ത്? എന്തേലും മനെ നിങ്ങൾ 4 ബോംബ് കിട്ടിയിട്ട് അങ്ങനെ തന്നെ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകൊടുത്ത് ഇത് കൊണ്ടുകൊടുക്കും മാറ്റയിൽ നാറ്റൊന്ന് പൊട്ടിയിട്ടുണ്ട്, എന്താ സ്ഥിതി? എന്ത് സ്ഥിതി? ഞാൻ പോലീസുകാരോട് പറയും 3 കിട്ടിയിട്ടുള്ളൂ. അത് പൊട്ടിയാൽ എന്താ സംഭവിക്കുമെന്നും ജാനുവടുത്തിക്ക് അറിഞ്ഞൂടാ. അതുപോലെ തന്നെ ഈ കൊറോണ സമയത്ത് മീനൊക്കെ വലിയ വിലയായിരുന്നല്ലോ. ഈ സമയത്ത് മീൻകാരൻ പവീനോട് ജാനുവടുത്തി ചോദിക്കുന്നുണ്ട്, പവി കുറേ സൈമനെ മീൻ കൂട്ടിക്ക് ഒരയിലൊക്കെ എത്തിരിയാ പൈസ? ജാനുവടുത്തി ഒരയിലേക്ക് 100 റുപ്യ തന്നെ. എല്ലാം മനെ ഇതെന്തോ ഒരു പൈസ കഴിഞ്ഞ് വാങ്ങുന്നത്? നിങ്ങൾ ഏത് ലോകത്താ ജാനുവടുത്തി? പെട്രോളിന് ഇപ്പം എന്താ വില? അല്ല മനെ അയിലെ ഇപ്പം കടലിൽ നിന്ന് പെട്രോൾ അടിച്ചിട്ടാ ഓടല്. ഇങ്ങനെയുള്ള ഒരുപാട് തമാശകൾ ജാനുവടുത്തിൻ്റെ അല്ലേ. പിന്നെ അതെ, നമ്മുടെ വടകര ഭാഗത്ത് അതുപോലെ തന്നെ കോഴിക്കോട് ഭാഗത്തൊക്കെ റോഡ് വീതിയാക്കുന്ന കണ്ടിട്ട് ജാനുവടുത്തിൻ്റെ സംശയമാണ്. കുരിപ്പങ്ങൾ എന്ത് വീതിയാക്കലാളി വീതിയാക്കുന്നത്? പണിയാങ്കി തീരുന്നില്ല. ഇതെന്തിനാളി ഇത്രക്കാരൻ വീതി? ഇവലെ വീതിയാക്കൽ കണ്ടാൽ വിചാരിക്കും ബസ് വലിയ ബേലെങ്ങനെയാ പോവാൻ. പിന്നെ അതുപോലെ തന്നെ കേളപ്പെട്ട മരിക്കാൻ പോയ തമാശയൊക്കെ ഉണ്ട് ജാനുവടുത്തിൻ്റെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ നല്ല രസമാണ്. ദേവി കേൾക്കണേ ഞാൻ പറഞ്ഞു. അത് ഒരു ദിവസം കേളപ്പാട്ടം കള്ളും കുടിച്ച് വരുന്നത് ഞാൻ കാണുന്നുണ്ട്. മൂപ്പറ കയ്യിൽ ഒരു കയറും. ഞാൻ അടുക്കളയിൽ പോയി തിരിച്ചു വന്ന് നോക്കുമ്പോൾ കേളപ്പാട്ടിനെ കാണുന്നില്ല. അങ്ങോട്ട് പോയി. കേളപ്പാട്ടിന് എൻ്റെ അടുത്ത് മിറ്റത്തുണ്ട് വരിക്കച്ചക്കണ്ടെന്ന വലിയൊരു പിലാവ്. മൂപ്പർ ഈൻ്റെ കൊമ്പുമ്മ കാരിക്കൊത്ത് ഇങ്ങനെ കയറും എടുത്തു. പാടി ഞാൻ ചോദിച്ചു എല്ലാ കേളപ്പാട്ട കയറും എടുത്തിട്ട് കൊമ്പും വന്ന് എന്തെന്നാ പരിപാടി? പാട് എന്നോട് പറഞ്ഞു, ജാനു ഇഞ്ചോട് ജീവിച്ചിട്ട് മടുത്ത് ഞാൻ മരിക്കുന്ന. ഞാൻ വിചാരിച്ചു ദേവി ഇത് സ്ഥിരം കള്ളും കുടിച്ച് പറയുന്നില്ല, ഇത് തമാശക്ക് പറയുന്നതായിരിക്കുമല്ലോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു കേളപ്പാട്ട എന്നാ പിന്നെ വേത്തിൽ നിങ്ങൾ അങ്ങ് മരിച്ചൂടുന്ന് എന്നോട് അറിയാണ്ട് വായിന്ന് വീണുപോയി. ഊരാൻ കൊടുക്ക് കഴുത്തിലിട്ടിട്ട് പോന്നെ അപ്പാടിന്ന് ചാടി വിട്ട്. എന്നിട്ടോ എന്നാ പിന്നെ ഒരു ഊരാൻ കൊടുക്ക കഴുത്തിലിടുമ്പോൾ മറ്റേ കൊമ്പിനോട് കെട്ടണ്ടേ? ഇത് കെട്ടിയിക്കില്ലട അങ്ങനെ തന്നെ അങ്ങ് തായ. വീണതല്ല സഹിക്കാന്ന് വീണൊച്ച കെട്ടിട്ട് ഇടവലത്തുള്ള കല്യാണി പറയുന്ന ഞാനും 2 ചോള എനക്കും തരണേ. ഞാനിതെന്തെന്നാ മക്കളെ കൊടുക്കണ്ട? ഇങ്ങനത്തെ ഒരു സംഗതിയാന്ന്. അല്ല കേളപ്പെട്ട ഗുളിക കഴിച്ചിട്ട് എന്തോ പ്രശ്നമായി എന്ന് പറഞ്ഞിട്ടില്ല, എന്താ സംഭവം? ഉയ്യൻ്റെ അമ്മ ഗുളിക കഴിച്ചയിലും വലിയ സംഭവം. അതെന്തെന്നാ സംഭവം എന്ന് വെച്ചാല് ഇപ്പോഴല്ലോ ഈ വൈറൽ പനി. ഈ പനി കേളപ്പാട്ടിന് വന്ന് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. മെഡിക്കൽ ഷാപ്പിൽ നിന്ന് ചെറിയോളൊരു ചോന്ന നിറത്തിലുള്ള ഗുളിക തന്നിന് മനെ. പുരയിലെത്തിയ പാടിന് ഞാൻ കേളപ്പാട്ടിനോട് കേളപ്പാട്ട നിങ്ങൾ ചോറും തിന്ന എന്നിട്ട് ഈ ചോന്ന നിറത്തിലുള്ള ഗുളികയും കുടിച്ചു എന്നും പറഞ്ഞ് ഞാൻ അങ്ങ് അടുക്കളയിൽ പോയി കഞ്ഞി കുടിക്കുകയെ. ഫോണിങ്ങനെ ബെല്ലടീനെ കേട്ട് ചെന്നോക്കുമ്പോൾ മെഡിക്കൽ ഷാപ്പിലെ പെണ്ണാ വിളിക്കുന്നത്. ഞാൻ ചോദിച്ചു എന്തേനും മോളെ?
അത് കേളപ്പാട്ടിന് ഒരു ചുവന്ന നിറത്തിലുള്ള ഗുളിക കൊടുത്തിക്കില്ലേ, അത് കുടിക്കണ്ട, ഗുളിക മാറിപ്പോയി. ഗുളിക മാറിപ്പോയിടോ. ഇത് പറയാൻ വേണ്ടിയിട്ട് ഓടി ഞാൻ കേളപ്പാട്ടിനടുത്ത് വന്ന് നോക്കുമ്പോൾ എന്തെന്നാ സ്ഥിതി. കേളപ്പാട്ടിന് ആദ്യം ആ ഗുളിക ഓടിച്ച് പിന്നെ ആ ചോറ് എന്ന് കാലക്കേട് നോക്കണേ മക്കളെ. മോന്തിക്ക് ഒരു 9 മണി ആയോക്കുമ്പോൾ കേളപ്പാട്ടിൻ്റെ പള്ള എന്നൊരു സാധനം ഇങ്ങനെ ഉരുണ്ട് കളിക്കുക മോനെ. അത് പിന്നെ മെല്ലണ നെഞ്ഞത്തുകാരി നെഞ്ഞത്തുനിന്ന് ഇങ്ങനെ പരുതി കളിക്കുക. പണ്ടത്തെ ഒരു മീൻപാച്ചൽ ദേവി ഇത് കാലിമക്കൂടിയും കൈമക്കൂടിയും ഇങ്ങനെ ഓടിക്കളിക്കും. എൻ്റെ 2 മക്കളാണ് സത്യം. പുലച്ച 4 മണി വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല, കേളപ്പാട്ടിന് ഉറങ്ങിയിട്ടില്ല. എങ്ങനെയല്ലോ നേരം വെളുത്ത് ചീട്ടും ഗുളികയായിട്ട് ഞാൻ ഓടി മെഡിക്കൽ ഷാപ്പിലേക്ക്. എന്നിട്ട് ആ മെഡിക്കൽ ഷാപ്പിലെ പെണ്ണിനോട് ചെല്ല മോളെ ഇനി എന്ത് ഗുളികയാ തന്ന്? ഞാനും കേളപ്പാട്ടിനും പുലച്ച 4 മണി വരെ ഉറങ്ങിനോ, എന്ത് ഗുളികയാ തന്ന്? അപ്പോൾ ഓള് പറഞ്ഞു ഈ ജാനുവടുത്തി ഇതിങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്, ഇത് പെണ്ണുങ്ങൾക്കുള്ള ഗർഭപാത്ര സംബന്ധമായ എന്തോ ഒരു അസുഖത്തിനുള്ള ഗുളിക മനെ കൊടുത്ത് പിന്നെ ഗുളികനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പാവം ഗുളികയോ ആട് കേളപ്പാട്ടിന്റെ ഗർഭപാത്രം നോക്കി നടന്നല്ലേ ഗുളിക പൊലിച്ച 4 മണി വരെ. പിന്നെ ഗുളികനെ കുറ്റം പറഞ്ഞിട്ട് കാര്യണ്ട മക്കളെ. ഇങ്ങനത്തെ ഒരു സംഗതിയാണ്. അല്ല ഞാനെടുത്തി ഈ ഗർഭപാത്ര സംബന്ധമായ ഗുളിക എന്നെല്ലാം പറഞ്ഞാല് പ്രസവ സംബന്ധമായ ഗുളികയായിരിക്കും. പ്രസവം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വലിയ ഗൗരവമുള്ള സംഗതി. അതിന്റെ പ്രസവം അന്ന് 10ഉം 12ഉം പ്രസവിക്കുന്ന കാലത്ത് ഇവൻ പ്രസവം വലിയ സംഭവമാണെന്ന് പറയുന്നത്. ഇവൻ പറഞ്ഞ തെറ്റില്ല. ഇന്ന് പ്രസവം എന്നെല്ലാം പറയുന്നത് വലിയ സംഭവം. ഇന്ന് സുഖപ്രസവത്തിന് വേറെ പൈസ, വേദനയില്ലാത്ത പ്രസവം പൈസ കൂടുതൽ. അന്ന് 10ഉം 12ഉം പ്രസവിക്കും. എത്ര പ്രസവിച്ചിട്ടുണ്ട്? ഞാൻ 5 തെറ്റിന് മോനെ 2 ജയിച്ചിട്ടുള്ള അശോകനും ശോഭയും. കാരണം അന്ന് മരണം കൂടുതലാണ്, ഇന്നത്തെ പോലെയല്ല. അതിന്റെ നല്ല രസമാണ് ഞാൻ പറഞ്ഞത്. അന്ന് എല്ലാവർക്കും 10ഉം 12ഉം മക്കളുണ്ടാകുന്ന സമയത്ത് ഇടവലത്തുള്ള കല്യാണിക്കന്ന് 6 മക്കളെ. ഉയ്യൻ്റെ അമ്മ 6 ഗുരുത്തം കെട്ട മക്കൾ എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഗുരുത്തം കെട്ട മക്കളെ കാണുവാൻ പണിയാണ്. കാരണം അന്ന് പിന്നെ ഇന്നത്തെ പോലെ മൊബൈലൊന്നും ഇല്ലല്ലോ. ഇന്ന് മൊബൈലിൻ്റെ മക്കൾ എത്ര മണിക്കൂർ അന്ന് ഈ മൊബൈലൊന്നും ഇല്ലല്ലോ. ഈ 6 മക്കളും കുരുത്തം കെട്ടതായിട്ട് ഭർത്താവ് കണ്ണനോട് കല്യാണി പറയും, ഈ കണ്ണാട്ട എന്തിനോളി 6 2 പോരേനോ, ഈ കണ്ണാട്ട എനിക്ക് നോക്കാനാവില്ല, ഇതെന്തിനോളി 6 2 പോരേനൊന്നും മതി. കല്യാണി പ്രശ്നം ഉണ്ടാക്കും. കല്യാണി പ്രശ്നം ഉണ്ടാക്കുമ്പോൾ കണ്ണൻ വന്ന് സമാധാനിക്കും. ഇങ്ങോട്ട് സമാധാനിപ്പിച്ച് കല്യാണിക്ക് 12 മക്കളങ്ങായിപ്പ. അവസാനത്തെ കുട്ടി പ്രസവത്തിൽ തന്നെ ചത്തുമായിട്ട് കല്യാണി കരഞ്ഞിട്ടില്ല. കല്യാണി കരയാണ്ടായിപ്പോ കണ്ണം വന്ന് പിന്നെ സമാധാനിപ്പിച്ചാലേ അന്നത്തെ കാലാമന ഇതിനുണ്ട് എന്തെങ്കിലും തിരി. ഒരു തമാശ കൂടി പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. ഞാനെടുത്തിട്ടോ സാക്ഷരതാ ക്ലാസ്സിന് പോകുന്നു. ഉയ്യന്റെ അമ്മ എല്ലാം മനെ എന്റെ ലോക വിവരം ഇതറിയാം. അതെല്ലാം എനിക്കറിയാം. അല്ല ക്ലാസ് എല്ലാം ഇങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ടോ? ഞാൻ സാക്ഷരതക്കെല്ലാം പോകുന്നുണ്ട്. സാക്ഷരതക്കാരിൽ സുഖല്ലേ. എനിക്ക് ബോയ് ഫ്രണ്ട് എല്ലാം ഉണ്ട്. നമ്മളെ കുഞ്ഞിമൂസാക്കന്റെ ചിരിയും കളിയൊന്നും പറയണ്ടേ. ചിരിച്ചു കൊടയെല്ലാം അങ്ങ് പറഞ്ഞു. കുഞ്ഞിമൂസാക്കെന്നെല്ലാം പറയുമ്പോ മെല്ലണ പറമനെ കേളപ്പാട്ടം കേട്ടിട്ടുണ്ട്. എന്റെ കുടുംബം കഴിഞ്ഞിപ്പോ മലയാള അക്ഷരം പഠിച്ചു. ഈ മലയാളത്തിന്റെ ഒന്നും പറയാത്തതാ മനെ നല്ല. മലയാളത്തിന്റെ കുമാരൻ മാഷ് വിറ്റിയ കട എനിക്ക് കുമാരൻ മാഷ് ബോർഡുമ്പോ തറാന്നെഴുതിട്ട് എന്നോട് പറയുന്ന പറ. പിന്നെ പറയാന്നെഴുതിട്ട് എന്നോട് പറയുന്ന പറയണ്ട. കുഞ്ഞിക്കണ്ണ മാഷാലത കുമാരൻ മാഷാലത മുഖത്തെ നോക്കി ഞാനങ്ങ് പറഞ്ഞു. താന്താ പറയണ്ട. പിന്നെന്താ കണക്ക് പിടിപ്പിക്കുന്നില്ല. കണക്ക് തന്നെയാന്ന് മനെ. ഞാൻ ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ. എന്താ ചോദിക്കാനല്ലേ? 4 ഗുണം 6 എത്രയാ? 4 കണക്കോണ് 6 മനെ. അതാ പോട്ടെ. അവിടെ പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കും. ഇംഗ്ലീഷിന്റെ കാര്യം എന്നോട് പറയാറേ. അതെന്താ? ഇംഗ്ലീഷ് വയസ്സന്മാർക്ക് പഠിപ്പിക്കുമെന്ന് നടക്കുമല്ല മനെ. പഠിക്കുന്ന വയസ്സന്മാർക്ക് മലയാളം തന്നെയാണ് നല്ലേ. അതെന്താ സംഭവം വെച്ചാൽ ഇംഗ്ലീഷിന്റെ മാഷ് ബോർഡും മേലെ CAT എഴുതി നമ്മൾ കേട്ടിന്ന് വായിക്കണം പോലെ. എടാ ഇതിന്റെ അർത്ഥം പൂച്ചേനെ കൊണ്ടാ പറയുന്നത്. ഇതെന്തല്ല വയസ്സന്മാർ പഠിക്കേണ്ട CAT എഴുതുക, കേട്ടെന്ന് വായിക്കുക, അർത്ഥം പൂച്ച. മലയാളം ഇങ്ങനത്തെ ഒരു പ്രശ്നമല്ല. പൂച്ച എഴുതുക, പൂച്ചാന്ന് വായിക്കുക, പൂച്ച എന്നിട്ട് എന്ത് സുഖമുണ്ട് മലയാളം. അതല്ലേ പറയണ്ടു. ഹിന്ദി പഠിപ്പിക്കുന്നുണ്ടോ? ഹിന്ദിന്റെ കാര്യം എന്നോട് പറയേ. ഹിന്ദിന്റെ അക്ഷരം കണ്ടിട്ട് എനക്ക് നാണായിട്ട് മനെ. ഹിന്ദിന്റെ അക്ഷരം കാണുമ്പോൾ ഞാൻ എടുത്ത് നാണിക്കുന്നേ. എടാ ഹിന്ദിന്റെ അക്ഷരം കണ്ടിട്ട് ആലുമേല് കുപ്പായ ഉണ്ടാവും സോറി എല്ലാവരും ഇടൂല. അതുപോലെയാണ് അക്ഷരം ഒരു കൊളുത്തുമല്ല. എന്തിനാളി പാറിപ്പോന്നേനാട്ടാളി. പിന്നെ മാഷ് പറയുന്നിട്ട് ഹിന്ദി പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഹിന്ദി പെട്ടെന്ന് പഠിക്കാൻ ഞാൻ പറഞ്ഞുതരാം. ഞാനാണെങ്കിൽ ഇഞ്ഞാണെങ്കിൽ ഇത് 2 വെക്കുവാൻ കിട്ടിക്കല. ഇടക്കട കാപ്പ് വെച്ചു കൊടുത്താൽ മതി. ഇതിന് മാത്രം ആപ്പിതാടുന്ന മക്കളെ കിട്ടുക. പിന്നെ മാഷ് പറഞ്ഞു
നമ്മളെ പൊരേല് വരുന്ന പൂച്ച പോലെ ഇന്ത്യയിലെ പറയല്. പൂച്ച എങ്ങനെയാ ഞാനെടുത്ത് ഹിന്ദി പറയാം? അമ്മയാണ് അല്ലെ പൂച്ച നമ്മളെ പൊരേ കാരി വരുമ്പോ ഞാൻ വന്നോട്ടെ എന്നാൽ ഹിന്ദി ചോദിക്കുന്നത്. അതെങ്ങനെ? മേ ആവോ, മേ ആവോ. അമ്മയാണ് മാഷ് പഠിപ്പിച്ചത്. ഇങ്ങനെയുള്ള ഒരുപാട് തമാശകൾ എന്നാലും വീണ്ടും നല്ലൊരു അവസരത്തിൽ പറയാം. പിന്നെ ഞങ്ങൾ പരിചയപ്പെടുത്താത്ത ഒരാളും കൂടി, അനീഷ് തിരുവമ്പാടി. അനീഷ് ഏട്ടാ വാ. ആരും എപ്പോഴും പരിചയപ്പെടുത്താൻ മറന്നു. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും, കാരണം യൂട്യൂബറാണ്. അനീഷും വൈഫും മോനും കൂടെ ചെയ്യുന്ന പൂത്തിരി FM എന്ന ചാനലല്ലേ അനീഷ്? ലിതിയേട്ടാ, അതുകൊണ്ട് ഞാൻ ആദ്യം എന്നെ തന്നെ പരിചയപ്പെടുത്തിയായിരുന്നു. പരിചയപ്പെടുത്തിയോ? ഏതായാലും സന്തോഷം കേട്ടോ. ഞങ്ങൾക്ക് ഇന്ന് വളരെ സുന്ദരമായിട്ട് ഞങ്ങൾക്ക് വേദി തന്ന, അതിലുപരി ഇത്രയും ചിരിച്ചുകൊണ്ട് പ്രോഗ്രാം കാണുന്ന, കൈയടിച്ചുകൊണ്ട് പ്രോഗ്രാം കാണുന്ന കലാകാരന്മാരെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ നാട്ടിൽ കുറച്ച് നല്ല കലാകാരന്മാരെയും കലാകാരുടെയും മുന്നിൽ ഇന്നൊരു പ്രോഗ്രാം ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ അവസാനത്തെ ഒറ്റ പാട്ടും കൂടി പാടി ഒരു പാട്ടും കൂടി പാടി അടുത്ത പരിപാടി